ഇന്ന് 2024 ജൂൺ 28 വെള്ളിയാഴ്ച. കാതിലെത്തും പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ഇത് PT നാസർ. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പാളിയപ്പോൾ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ തലയൂരിയതും അതിൻ്റെ പേരിൽ നിയമസഭയിലുണ്ടായ കോലാഹലങ്ങളുമാണ് ബഹുഭൂരിപക്ഷം പത്രങ്ങളും പ്രധാന വാർത്തയായി കണ്ടത്. തലയൂരി എന്ന് മാതൃഭൂമി, രക്ഷാപ്രവർത്തനമെന്ന് മനോരമ, കള്ളക്കളി ആക്ഷേപമെന്ന് കേരള കൗമുദി, തലയൂരാൻ സസ്പെൻഷനെന്ന് ദീപിക, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി കൈ കഴുകി എന്ന് മംഗളം. മാധ്യമത്തിന് ഇത് രണ്ടാമത്തെ വാർത്ത മാത്രമാണ്. ചോർച്ചയിൽ കുറ്റസമ്മതം എന്നാണ് ലീഡ്. രാഷ്ട്രപതിയുടെ പാർലമെൻ്റ് പ്രസംഗം, ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച്. ദേശാഭിമാനിയിൽ ഇതൊന്നുമല്ല മുഖ്യ വാർത്ത. ഭൂമി തരം മാറ്റൽ വേഗത്തിലാകും എന്നതാണ്. വാർത്തകൾ കേൾക്കാം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മാതൃഭൂമിയിലെ പ്രധാന വാർത്ത TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം തലയൂരി എന്നതാണ്. 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സഭയിലെത്തും മുമ്പ് തിരക്കിട്ട സർക്കാർ നടപടി. തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷയിളവ് വീണ്ടും സഭയിലെത്തിയതിന് തൊട്ടു മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരി സർക്കാർ. സർക്കാർ അറിഞ്ഞല്ല പ്രതികൾ ശിക്ഷയിളവ് പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന സർക്കാർ വാദം ഉറപ്പിക്കാനാണ് സസ്പെൻഷന് എന്ന് പിന്നാലെ ആരോപണവും ഉയർന്നു. ശിക്ഷ ഇളവിനായി പോലീസ് റിപ്പോർട്ട് തേടിയ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരുടെ പേരിലാണ് നടപടി. വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി വിഷയം അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ബഹളവും തുടങ്ങി. ശിക്ഷ ഇളവ് പരിഗണനയിലില്ലെന്ന് മന്ത്രി മറുപടിയും നൽകി. 2022 ശിക്ഷ ഇളവ് പട്ടിക പുതുക്കാൻ ഈ മാസം 3 ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിട്ടിട്ടും KK രമയുടെ മൊഴിയെടുത്തത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പിന്നീട് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗത്തിനായി എഴുന്നേറ്റെങ്കിലും ഭരണപക്ഷാംഗങ്ങൾ ബഹളം തുടർന്നതിനാൽ അനുമതി ലഭിച്ചില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സർക്കാരിനും സ്പീക്കറിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ സ്പീക്കർ AR ഷംസീർ വീണ്ടും സഭയിലെത്തുകയും പ്രതിപക്ഷ നേതാവിന് വാക്കൌട്ട് പ്രസംഗത്തിന് അനുമതി നൽകുകയുമായിരുന്നു. ബഹളത്തിനിടയിൽ പ്രസംഗം പൂർത്തിയാക്കി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വ്യാഴാഴ്ചത്തെ രണ്ടാമത്തെ വാക്കൌട്ടായിരുന്നു അത്. സുപ്രധാന വിഷയങ്ങൾ ആദ്യ സബ്മിഷനായി വരികയാണെങ്കിൽ സ്പീക്കർ തുടരുകയാണ് പതിവ്. വ്യാഴാഴ്ച TP വിഷയം പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചപ്പോഴേക്ക് സ്പീക്കർ ചേംബറിലേക്ക് പോയിരുന്നു. ഇളവ് പരിഗണനയിലില്ലെന്ന് സർക്കാർ. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ നൽകുന്നതിന് സർക്കാരിൻ്റെ പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മന്ത്രി MB രാജേഷ് നിയമസഭയിൽ അറിയിച്ചു. കേസ് നമ്പറല്ലാതെ TP ചന്ദ്രശേഖരൻ്റെ പേര് പരാമർശിക്കാതെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മറുപടി നൽകിയത്. എന്നാൽ ശിക്ഷ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് നേടിയത് മാനദണ്ഡപ്രകാരമല്ല. കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക നൽകുമെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംബന്ധിച്ച് മനോരമയിൽ മാതൃഭൂമിയിലുള്ള വാർത്ത. അടിയന്തരാവസ്ഥ പരാമർശിച്ച് രാഷ്ട്രപതി മുർമുവും ലോക്സഭയിലാണ്. മനോരമയിൽ നിന്ന് വായിക്കാം. സ്പീക്കർക്ക് പിന്നാലെ അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങൾ രാഷ്ട്രപതിയും പാർലമെൻറ്റിൽ പരാമർശിച്ചു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ പ്രസ്താവന നടത്തിയതിൻ്റെ പിറ്റേന്ന് ചേർന്ന പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇതേ വിഷയം പരാമർശിച്ചത്. 1975 അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തിൻ്റെ ഏറ്റവും വലുതും ഇരുൾ നിറഞ്ഞതുമായ അധ്യായമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കോൺഗ്രസ് അംഗങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഭരണഘടന രൂപീകരിക്കുന്ന സമയത്തു തന്നെ ഇന്ത്യ പരാജയപ്പെട്ടു കാണണമെന്ന് ചില ശക്തികൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് മുർമു പറഞ്ഞു. നിലവിൽ വന്ന ശേഷവും ഭരണഘടന പലതവണ ആക്രമിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ ഇതിലൊന്നായിരുന്നു. എന്നിട്ടും ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയം നേടി. നിലവിലെ സർക്കാർ ഭരണഘടനയെ ഭരണനിർവഹണത്തിനുള്ള ഉപാധിയായി മാത്രമല്ല കാണുന്നത്, പൊതുബോധത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 370 വകുപ്പ് മൂലം വ്യത്യസ്ത സാഹചര്യങ്ങൾ നിലനിന്ന ജമ്മു കശ്മീരിൽ ഇപ്പോൾ
ഭരണഘടന പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നുവെന്നും രാഷ്ട്രപതി അവകാശപ്പെട്ടു. സ്പീക്കറുടെ പ്രസ്താവനയിൽ പ്രതിഷേധമറിയിച്ച് രാഹുൽ. അടിയന്തരാവസ്ഥയെ അപലപിച്ച് ലോക്സഭയിൽ നടത്തിയ സ്പീക്കർ ഓം ബിർളയുടെ നടപടിയിൽ കോൺഗ്രസ് ശക്തമായി വിയോജിപ്പറിയിച്ചു. പരാമർശത്തിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും ഒഴിവാക്കാമായിരുന്നുവെന്നും ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്പീക്കർ നടത്തിയ രാഷ്ട്രീയ പരാമർശം പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് ബിർളയ്ക്കയച്ച കത്തിൽ കെ സി വേണുഗോപാൽ എം പി കുറ്റപ്പെടുത്തി. സ്പീക്കറായ ശേഷം നടത്തിയ ആദ്യ നടപടിയാണിത് എന്ന സംഭവത്തിൽ സഗൗരവവും ആദ്യ നടപടിയാണ് എന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. നയം പ്രഖ്യാപിച്ച് രാഷ്ട്രപതി, ചോർച്ചയിൽ കുറ്റസമ്മതം. മാധ്യമത്തിൻ്റെ ലീഡ് അതാണ്. നീറ്റ് UG ചോർച്ചയ്ക്കെതിരായ ദേശവ്യാപക പ്രതിഷേധത്തിനിടെ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഈ ചോർച്ചകളിൽ നീതിപൂർവമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികൾക്ക് കർക്കശമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും പാർലമെന്റിൻ്റെ ഇരുസഭകളെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി വ്യക്തമാക്കി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്കാലത്ത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിക്ക് കീഴിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുമെന്നും ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ് സംഹിത രാജ്യത്ത് നിലവിൽ വരുമെന്നും രാഷ്ട്രപതി 3ാം മോദി സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ചു. പഴയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടത്തിയിരുന്ന സംയുക്ത സമ്മേളനം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ലോക്സഭയിലാണ് നടത്തിയത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് അശ്വാരൂഢരായ കുതിരപ്പടയാളികളുടെ അകമ്പടിയോടെ പാർലമെൻറ്റിലേക്ക് വന്ന രാഷ്ട്രപതിയെ മുന്നിൽ ചെങ്കോൽ പിടിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള എന്നിവർ ചേർന്ന് ലോക്സഭയിലേക്ക് ആനയിച്ചു. വലതുവശത്ത് ഉപരാഷ്ട്രപതിയും ഇടതുവശത്ത് സ്പീക്കറെയും ഇരുത്തി 49 മിനിറ്റ് നീണ്ട രാഷ്ട്രപതിയുടെ പ്രസംഗം. സമീപകാലത്തുണ്ടായ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ നീതിയുക്തമായി അന്വേഷണത്തിനും കുറ്റവാളികൾക്കും കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും തൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. നേരത്തെയും വിവിധ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി നിൽക്കുകയാണെന്നും രാജ്യവ്യാപകമായി മൂർത്തമായ നടപടികൾ കൈക്കൊള്ളുകയെന്നതും പ്രധാനമാണ്. പരീക്ഷകളിലെ അന്യായ മാർഗങ്ങൾക്കെതിരെ പാർലമെൻറ്റ് കർക്കശമായ നിയമവും നടപ്പിലാക്കിയിട്ടുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും അവയുടെ നടത്തിപ്പിലും പരീക്ഷാ പ്രക്രിയയിലും സർക്കാർ പ്രധാന പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. നയങ്ങളോടുള്ള എതിർപ്പും പാർലമെൻറ്റ് തടസ്സപ്പെടുത്തലും രണ്ടായി കാണണം. പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുമ്പോൾ, അവിടെ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുമ്പോൾ, ദീർഘദർശിയായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് സർക്കാരിൽ മാത്രമല്ല മുഴുവൻ സംവിധാനത്തിലും വിശ്വാസം ജനിക്കും. ജൂലൈ 1 നിലവിൽ വരുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജുഡീഷ്യൽ പ്രക്രിയയെ വേഗത്തിലാക്കും. സാമ്പത്തികവും സാമൂഹികവുമായ സുപ്രധാന തീരുമാനങ്ങൾക്കൊപ്പം ചരിത്രപരമായ പല നടപടികളും 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലുണ്ടാകുമെന്ന് മുർമു പറഞ്ഞു. നീറ്റിൽ CBI 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസന്വേഷണം ഏറ്റെടുത്ത CBI ബീഹാറിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. മനീഷ് പ്രകാശ്, അഷുതോഷ് കുമാർ എന്നിവരാണ് പാട്നയിൽ അറസ്റ്റിലായത്. കേസിൽ CBIയുടെ ആദ്യ അറസ്റ്റാണിത്. നീറ്റ് UG പരീക്ഷയുടെ തലേന്ന് മെയ് 4-ന് 13 പരീക്ഷാർത്ഥികൾക്ക് പട്നയിലുള്ള കെമനിച്ചക്കിലുള്ള പ്ലേ സ്കൂളിൽ ഒത്തുചേർന്ന് ചോദ്യപേപ്പർ മനഃപ്പാടമാക്കിയെന്ന് നേരത്തെ കേസന്വേഷിച്ച ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. കത്തിക്കരിഞ്ഞ ചോദ്യപേപ്പർ പകർപ്പിൻ്റെ അവശിഷ്ടങ്ങളും പ്ലേ സ്കൂളിൽ നിന്ന് കണ്ടെത്തി. വിദ്യാർത്ഥികൾക്ക് ഇവിടേക്കെത്താൻ വാഹനം, താമസ സൗകര്യം എന്നിവ ഒരുക്കിയവരാണ് അറസ്റ്റിലായ മനീഷും അസുദേശും. അതേസമയം ഒളിവിൽ കഴിയുന്ന മുഖ്യപ്രതി സഞ്ജീവ് മുഖിയാക്കുള്ള അന്വേഷണം CBI ഊർജിതമാക്കി. ഇയാൾ നേപ്പാളിലേക്ക് കടന്നുവെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചതായാണ് വിവരം. നേരത്തെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ 3 പേരെ പട്ന കോടതി കഴിഞ്ഞ ദിവസം CBI കസ്റ്റഡിയിൽ വിട്ടിരുന്നു. റേഷൻ സെസ്സിന് നീക്കം എന്നൊരു വാർത്ത മാധ്യമത്തിലുണ്ട്. മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ റേഷൻ വ്യാപാരി ക്ഷേമത്തിന് നീല, വെള്ള കാർഡ് ഉടമകളിൽ നിന്ന് പ്രതിമാസം 1 രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യവകുപ്പിൻ്റെ തീരുമാനം. തിരുവനന്തപുരം.
മുൻഗണനേതര വിഭാഗങ്ങളായ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ₹1 വീതം സെസ് പിരിക്കാൻ നീക്കം. റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാന വർധന ലക്ഷ്യമിട്ടാണ് ഈ ₹1 വെൽഫെയർ ഫണ്ട് സെസ് എന്ന ഇനത്തിൽ ഈടാക്കുക. ഭക്ഷ്യപൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചു. നിയമധനവകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടെ സെസ് പ്രാബല്യത്തിൽ വരും. 2022 ഇത്തരമൊരു നീക്കമുണ്ടായെങ്കിലും ജനരോഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കിയതാണ്. മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ അംശദായത്തിനൊപ്പം നിശ്ചിത വിഹിതം സർക്കാരും ആക്ഷേപിക്കാറുണ്ടെങ്കിലും 24 വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ₹1 പോലും സർക്കാർ നൽകിയിട്ടില്ല. പകരം 14,161 വ്യാപാരികളിൽ നിന്ന് പ്രതിമാസം ₹200 ഈടാക്കുകയാണ്. ക്ഷേമനിധി അംഗത്വത്തിന് പെൻഷനായി ₹1,500 മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ₹25,000 നൽകുന്നത്. 1,564 പേരാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. പെൻഷൻ നൽകുമ്പോൾ 3 മാസം കൂടുമ്പോൾ 80 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ചികിത്സാ സഹായമായി 23 ലക്ഷവും നൽകാനുണ്ട്. പുറമെ റേഷൻ കട മതിയാക്കിയവർക്ക് അംശദായം തിരികെ കൊടുക്കുന്നതിന് ₹1 കോടിയോളം വേണം. പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമനിധി ബോർഡിലേക്ക് ഇനി പണമടക്കില്ലെന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്ത് 22,65,322 നീലക്കാർഡും 29,63,331 വെള്ളക്കാർഡുകളുമടക്കം 52,28,653 കാർഡുകളാണ് മുൻഗണനേതര വിഭാഗത്തിലുള്ളത്. അവരിൽ നിന്നൊക്കെ ₹1 വാങ്ങട്ടെ. അല്ലാതെ ഇപ്പോൾ എങ്ങനെ പെൻഷൻ കൊടുക്കും? വാങ്ങട്ടെ. ഭൂമി തരംമാറ്റം വേഗത്തിലാക്കുമെന്നതാണ് ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത. തിരുവനന്തപുരം. ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിലവിൽ 27 RDOമാരോ സബ് കളക്ടർമാരോ കൈകാര്യം ചെയ്തിരുന്ന അപേക്ഷകൾ ജൂലൈ 1 മുതൽ 71 ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെന്ന നിർവചനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ താഴെയല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ഭേദഗതി നിലവിൽ വന്നതോടെ ആണിത്. ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാൻ 68 ജൂനിയർ സൂപ്രണ്ട്, 181 ക്ലർക്ക് തസ്തികകളും സൃഷ്ടിച്ചിരുന്നു. 123 സർവേയർമാരെ താൽക്കാലികമായി നിയമിക്കാനും 220 വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാനും ഉത്തരവിട്ടു. ജൂലൈ 1 മുതൽ പുതിയ രീതി നടപ്പാക്കാനുള്ള സോഫ്റ്റ്വെയർ ക്രമീകരണവും ജീവനക്കാരുടെ നിയമനവും പൂർത്തിയാക്കി. തരംമാറ്റത്തിനായി ദിവസവും ലഭിക്കുന്ന 100 കണക്കിന് അപേക്ഷകൾ തിരക്ക് മൂലം RDO ഓഫീസുകളിൽ കൈകാര്യം ചെയ്യാനാവുന്നില്ല. ഇതിന് നിയമപരമായ മുൻഗണന നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തരംമാറ്റ നടപടികൾ ഓൺലൈനാക്കി. ഓൺലൈൻ വഴി 4,52,215 അപേക്ഷ ലഭിച്ചു. 4,52,215 എന്ന അക്കത്തിൽ എഴുതിയ ശേഷം ലക്ഷം അപേക്ഷ ലഭിച്ചതിൽ എന്ന് തന്നെയാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. 4,52,215 അപേക്ഷ ലഭിച്ചതിൽ ബുധൻ വരെ 1,78,620 അപേക്ഷ തീർപ്പാക്കി. ജീവനക്കാരുടെ അഭാവം പരിഹരിക്കാൻ ഗവൺമെൻറ് എക്സ്ചേഞ്ച് വഴി 990 ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുകയും 340 വാഹനങ്ങൾ അനുവദിക്കുകയും ചെയ്തു. IT ഉപകരണങ്ങൾക്കായി 5.92 കോടി രൂപ നൽകി. 789 ഓഫീസ് അസിസ്റ്റന്റുമാരെയും 243 ടൈപ്പിസ്റ്റുകളെയും വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ പുനർവിന്യസിച്ചു. ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയാകും താലൂക്ക് അടിസ്ഥാനത്തിൽ തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുക എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അസമിൽ 2 മുസ്ലിം സഹോദരങ്ങളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത ദേശാഭിമാനി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ദിസ്പൂർ. വന്യജീവി സങ്കേതത്തിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചുവെന്ന് ആരോപിച്ച് അസമിലെ നഗാവിൽ മീൻപിടുത്തക്കാരായ മുസ്ലിം സഹോദരങ്ങളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. ലൗഖ വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ചെന്ന് ആരോപിച്ച് ദിഗ്ബാരി ഛബരി ഗ്രാമത്തിലെ സമറുദ്ദീൻ 35, അബ്ദുൽ ജലീൽ 40 എന്നിവരെയാണ് ശനിയാഴ്ച വെടിവെച്ചു കൊന്നത്. പരമ്പരാഗതമായി മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ഇവർ മറ്റു ഗ്രാമവാസികൾക്കൊപ്പം അർദ്ധരാത്രിയോടെയാണ് സംരക്ഷിത മേഖലയ്ക്കടുത്തുള്ള റൗമാരി ബിൽ തണ്ണീർത്തടത്തിൽ മീൻ പിടിക്കാനെത്തിയത്. പട്രോളിംഗ് സംഘം ഇവരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഏറ്റുമുട്ടലുണ്ടായെന്നും സുരക്ഷയ്ക്കാണ് ഫോറസ്റ്റ് ഗാർഡ് വെടിവെച്ചതുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ വാദം. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമാണെന്ന് തദ്ദേശവാസികളുടെ സംഘടനയായ CNPA ചൂണ്ടിക്കാട്ടി. ഇതൊറ്റപ്പെട്ട സംഭവമല്ലെന്നും വനം വകുപ്പ് നടത്തുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ രാജ്യത്തെ സംരക്ഷിത മേഖലകളിൽ വ്യാപകമാവുകയാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി.
ആദർശത്തിൻ്റെ അക്ഷരത്രയം മലയാള മനോരമയിൽ പഴയകാല കോൺഗ്രസ് നേതാവ് CK ഗോവിന്ദൻ നായരെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കോൺഗ്രസ് നേതാവ് CK ഗോവിന്ദൻ നായരുടെ ഓർമ്മകൾക്ക് 60 വയസ്സ്. CKG എന്നറിയപ്പെടുന്ന പഴയകാല KPCC പ്രസിഡന്റിനെ കുറിച്ചാണ്. തലശ്ശേരി. കേരള രാഷ്ട്രീയത്തിൽ കാർക്കശ്യത്തിൻ്റെ പ്രതീകമായിരുന്ന CK ഗോവിന്ദൻ നായർ എന്ന CKG ഓർമ്മയായിട്ട് ഇന്നലെ 60 ആണ്ട്. ഒരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസിലെ പുരോഗമന ചിന്താഗതിയുടെ പേരായിരുന്നു CKG. 1897 തലശ്ശേരിയിലെ കേളോത്ത് തറവാട്ടിലാണ് ജനനം. ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ സമരം ചെയ്തതിന് പുറത്താക്കപ്പെട്ടു. ചെന്നൈ ക്രിസ്ത്യൻ കോളേജിലും പച്ചയ്യപ്പാസ് കോളേജിലും പഠനം തുടർന്നു. ഈ സമയത്താണ് മഹാത്മാഗാന്ധിജിയുമായി പരിചയപ്പെടുന്നത്. പിന്നീട് ഗാന്ധിജിക്കൊപ്പമായി പ്രവർത്തനം. വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. 1933 മലബാർ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 3 വർഷം വെല്ലൂർ ജയിലിലായി. 1950 കേളപ്പനെ തോൽപ്പിച്ച് KPCC പ്രസിഡന്റായി. ഇതേക്കുറിച്ച് CKGയുടെ മകൻ മധ്യപ്രദേശിലെ സാഗർ സർവകലാശാലയിൽ അധ്യാപകനായിരുന്ന A. രാമൻ എഴുതിയത് ഇങ്ങനെ: കേളപ്പനെതിരെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പലതവണ തോറ്റപ്പോഴും അച്ഛൻ കുലുങ്ങിയില്ല. ഒടുവിൽ കേളപ്പജിയെ തോൽപ്പിച്ചു. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നെങ്കിലും സംഘടനാ രാഷ്ട്രീയം അച്ഛന് പ്രാണവായുവായിരുന്നു. 1952 കോൺഗ്രസ് പിളർന്ന് കേളപ്പൻ്റെ നേതൃത്വത്തിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി രൂപീകരിച്ചപ്പോൾ മാധവ് മേനോനോടൊപ്പം നിന്നു. ആദ്യ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ AK ഗോപാലൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. 1960 R. ശങ്കർ ഉപമുഖ്യമന്ത്രിയായപ്പോൾ ശങ്കറിന് പകരം KPCC പ്രസിഡന്റായത് CKGയാണ്. 63 വീണ്ടും KPCC പ്രസിഡന്റായി. 67 വയസ്സുവരെ CKG ജീവിച്ചിരുന്നിട്ടുള്ളൂ. 1964 ഏപ്രിൽ 3 രാജ്യസഭാംഗമായി. കുറഞ്ഞ ദിവസം മാത്രമാണ് MP ആയിരുന്നത്. CKGയുടെ മരണത്തെക്കുറിച്ച് മകൻ എഴുതിയത് ഇങ്ങനെയാണ്: പുകവലിയാണ് അച്ഛനെ തളർത്തിയത്, നിർത്താതെ വലിക്കും. രാജ്യസഭാംഗമായിരിക്കെ 1964 ജൂൺ 27 മരണം. ചെറിയൊരു കുറിപ്പാണ്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിട്ടുപോയിരിക്കുന്നു. 1935 മലബാറിൽ ജയപ്രകാശ് നാരായണൻ വരികയും കോൺഗ്രസിനകത്ത് ആദ്യമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപം കൊള്ളുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുടെ KPCC പ്രസിഡന്റായി വന്നതൊക്കെ സംസ്ഥാനത്തൊക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുടെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായി വന്നത് CKGയാണ്. അങ്ങനെ പല കാര്യങ്ങളും വിട്ടുപോയിരിക്കുന്നു. എങ്കിലും മലയാള മനോരമ CKGയെ ഓർത്തിരിക്കുന്നു. ഫുൾ A+ ഉണ്ടായിട്ടും 211 കുട്ടികൾ മാനേജ്മെൻറ്റ് സീറ്റിൽ എന്നൊരു വാർത്ത മാതൃഭൂമിയിൽ. കോഴിക്കോട്. മുഴുവൻ വിഷയത്തിനും A+ നേടിയിട്ടും കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം നേടേണ്ടി വന്നത് 211 കുട്ടികൾക്ക്. മികവുണ്ടായിട്ടും മെറിറ്റ് സീറ്റ് നിഷേധിക്കപ്പെട്ട ഒട്ടേറെ വിദ്യാർത്ഥികൾ കേരളത്തിലെ പല ജില്ലകളിലുമുണ്ട്. മലപ്പുറം, കണ്ണൂർ, കൊല്ലം ജില്ലകളിലും ഈ സ്ഥിതിയാണ്. ഏകജാലക പ്രവേശനത്തിലെ അശാസ്ത്രീയതയും അനിശ്ചിതത്വവുമാണ് കുട്ടികൾക്ക് കിട്ടിയ സീറ്റിൽ പ്രവേശനം നേടേണ്ട ഗതികേടുണ്ടാക്കുന്നത്. മാർക്ക് പരിഗണിക്കാതെയുള്ള പ്രവേശന നടപടികളാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. 650 650 മാർക്ക് നേടിയിട്ടും മാനേജ്മെൻറ്റിൽ പ്രവേശനം നേടേണ്ടി വന്ന അനുഭവം മാതൃഭൂമി എഴുതിയ പന്തളത്തെ സ്മീരയുടെ സമാനമായ അവസ്ഥ ഒട്ടേറെ പേർക്ക് ഉണ്ടെന്നാണ് ഇത് തെളിയിക്കുന്നത്. അങ്ങനെ പോകുന്ന വിശദമായൊരു റിപ്പോർട്ടാണ് ഗ്രേഡിംഗ് വിദ്യാർത്ഥികളെ കുഴക്കുന്നു എന്ന മാതൃഭൂമി വാർത്തയുടെ പശ്ചാത്തലം. എന്നാൽ ഇതോടുകൂടി ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്ത മാധ്യമത്തിൽ വന്നത്, പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല, സ്റ്റാഫ് റൂമിൽ ഉറക്കം, അങ്ങനെയുള്ള 5 അധ്യാപകർക്ക് സ്ഥലം മാറ്റം എന്നാണ്. അധ്യാപകരെ സ്ഥലം മാറ്റിയത് മലബാറിലേക്കാണ്. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് HSSൽ അധ്യാപകരാണിവർ. വാർത്ത ഇങ്ങനെ. കൽപ്പറ്റയിൽ നിന്നാണ് റിപ്പോർട്ട്. കൽപ്പറ്റ. ക്ലാസ് എടുത്താൽ മനസ്സിലാകില്ലെന്ന് കുട്ടികളും രക്ഷിതാക്കളും. ജോലി ചെയ്യാൻ മടിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. സ്കൂളിലെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളോട് സഹകരിക്കുന്നില്ലെന്ന് PTA. ഇതിനെല്ലാം പുറമെ ക്ലാസ് സമയത്ത് പോലും സ്റ്റാഫ് റൂമിലെ ടേബിളിൽ കിടന്നുറങ്ങുകയാണെന്ന് ജനപ്രതിനിധികൾക്കടക്കം പരാതി. കോട്ടയത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 അധ്യാപികമാരെക്കുറിച്ചാണ് വിദ്യാലയവുമായി ബന്ധപ്പെട്ട
വിദ്യാലയവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒറ്റക്കെട്ടായി പരാതി നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണവും ആരോപണങ്ങൾ ശരിവെച്ചപ്പോൾ ഇവരെ സ്ഥലം മാറ്റാൻ ഉത്തരവായി മലബാറിലെ 5 സ്കൂളുകളിലേക്ക്. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് HSSലെ 5 പേരെയാണ് വയനാട്ടിലെ 3 കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ഓരോ സ്കൂളുകളിലേക്കും സ്ഥലം മാറ്റിയത്. മതിയായ +1 സീറ്റുകൾ പോലും നൽകാതെ സർക്കാർ അവഗണിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കെ കുറ്റക്കാരായ അധ്യാപകർക്കുള്ള ദുർഗുണ പരിഹാര പാഠശാലയാണ് സർക്കാർ മലബാർ ജില്ലകളെ കാണുന്നതെന്ന ആരോപണവും ഇതോടെ ഉയർന്നു. ചങ്ങനാശ്ശേരി സ്കൂളിലെ നീതു ജോസഫ് ഇംഗ്ലീഷ്, VM രശ്മി ബോട്ടണി, TR മഞ്ജു കൊമേഴ്സ്, ലക്ഷ്മി AR ഹിന്ദി, ജസ്ലി ജോസഫ് ഫിസിക്സ് എന്നിവരെയാണ് യഥാക്രമം വയനാട് കല്ലൂർ ഗവൺമെൻറ് HSS, വയനാട് നീർവാരം ഗവൺമെൻറ് HSS, കണ്ണൂർ വെള്ളൂർ ഗവൺമെൻറ് HSS, വയനാട് പെരിക്കല്ലൂർ ഗവൺമെൻറ് HSS, കോഴിക്കോട് ബേപ്പൂർ ഗവൺമെൻറ് HSS എന്നിവിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ADB 4/32/18/2024 DGE നമ്പറുള്ള ഉത്തരവ് ജൂൺ 25-നാണ് പുറത്തിറങ്ങിയത്. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ അധ്യാപികമാർക്കെതിരെ കണ്ടെത്തിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ സ്ഥലമാറ്റ ഉത്തരവിൽ വിശദമായി പറയുന്നുണ്ട്. ഇവർക്കെതിരെ വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി കുട്ടികളോടും PTA ഭാരവാഹികളോടും സംസാരിച്ച് അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നീതു ജോസഫ് കുട്ടികളെ ശരിയായി പഠിപ്പിക്കുന്നില്ല. സ്കൂളിൻ്റെ 4 വർഷത്തെ ഫലം പരിശോധിച്ചതിൽ നിന്ന് ഇംഗ്ലീഷിൽ വളരെ മോശമാണ്. കൂടുതൽ കുട്ടികൾ തോറ്റത് ഇംഗ്ലീഷിലാണ്. ഈ അധ്യാപിക പഠിപ്പിക്കുന്നുവെന്നും മനസ്സിലാവുന്നില്ല എന്നാണ് കുട്ടികളുടെ പരാതി. സ്പെഷ്യൽ ക്ലാസ് എടുക്കാനുള്ള നിർദ്ദേശവും അനുസരിച്ചില്ല. പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ലെന്നും പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞതിനാൽ മനഃപൂർവ്വം പരീക്ഷകളിൽ മാർക്ക് കുറയ്ക്കുകയും ചില കുട്ടികൾക്ക് അധിക മാർക്ക് നൽകുകയും ചെയ്തതായാണ് ജെസി ജോസഫിനെതിരായ പരാതി. TR മഞ്ജു രശ്മി എന്നിവർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. തങ്ങൾ തോറ്റുപോകുമെന്ന ആശങ്ക കുട്ടികൾ RDDയെ അറിയിക്കുകയായിരുന്നു. PM രശ്മി ബോട്ടണി പ്രാക്ടിക്കൽ റെക്കോർഡിൽ 81 ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുകയും കൂടുതൽ സമയം ആവശ്യപ്പെട്ടവൾ മാനസികമായി കഷ്ടപ്പെടുത്തുകയും ചെയ്തു. പ്രിൻസിപ്പലിനെ കണ്ടപ്പോഴാണ് സിലബസ് പ്രകാരം 31 ചിത്രങ്ങൾ വരച്ചാൽ മതിയെന്ന് അറിഞ്ഞത്. അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഈ അധ്യാപകർ നിസ്സഹകരിക്കുന്നതായും PTAയും SMCയും അറിയിച്ചു. ഇതിൽ ചില അധ്യാപകർ സ്ഥിരമായി സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങുന്നു. അവർ സ്കൂളിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിഘാതമായതിനാൽ പൊതുസ്ഥലമാറ്റമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ്. ഇവർക്ക് ഉടൻ ജോലിയിൽ നിന്ന് വിടുതൽ നൽകാനും ഉത്തരവിൽ പറയുന്നു. ജോലിയിൽ നിന്നല്ല, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും വിടുതൽ നൽകാം. ഏതായാലും ആ അധ്യാപികമാരുടെ പേര്, അവർ വരാൻ പോകുന്ന സ്കൂളും അവരുടെ നിന്നിരുന്ന സ്കൂളുകളിൽ അവർ ചെയ്ത കുറ്റവും അതോടൊപ്പം പേരും വരാൻ പോകുന്ന സ്കൂളുമൊക്കെയും പ്രസിദ്ധീകരിച്ചത് അവരെ എന്തു ചെയ്യും, അവരെ എങ്ങനെ ബാധിക്കും എന്നും ഒരാശങ്കയില്ലാതില്ല. വീണ്ടും മാപ്പ് ചതിച്ചു, ലൊക്കേഷൻ രക്ഷിച്ചു. പള്ളഞ്ചി, കാസർഗോഡ്. മഴവെള്ളം കുത്തിയൊഴുകുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിമിഷാബ്ദം കൊണ്ട് കാർ പുഴയിലകപ്പെട്ടു. മരണം മുന്നിൽ കണ്ടെങ്കിലും കാറിനകത്തുണ്ടായിരുന്ന 2 പേരെ ധൈര്യം വിടാതെ പോലീസിന് ഫോൺ ചെയ്തു. കാർ ഒഴുകി തുടങ്ങിയപ്പോഴേക്കും ഇരുവരും ഡോർ തുറന്ന് പുറത്തെത്തി കടപുഴകിയ മരത്തിൽ പിടിച്ചു നിന്നു. അപ്പോഴേക്കും പോലീസിൽ നിന്ന് വിവരമറിഞ്ഞ അഗ്നിരക്ഷാസേന 2 പേരെയും രക്ഷിച്ചു. കാഞ്ഞങ്ങാട് 7 മൈൽ സ്വദേശി തഫ്രീസ് 36 വയസ്സാണ്. അമ്പലത്തറയിൽ അബ്ദുൾ റഷീദ് 35 വയസ്സ് എന്നിവരാണ് കാസർഗോഡ് പള്ളഞ്ചിപ്പുഴയിൽ അകപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കാർ അപകടത്തിൽപ്പെട്ടു എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാ ചെയ്യാണ്? കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 58 പേർ പുതിയ സഭയിൽ. മാതൃഭൂമിയിലാണ് വാർത്ത. 3 പേർ കളം മാറി മന്ത്രിസഭയിലും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭയുടെ അവസാന ശീതകാല സമ്മേളനത്തിൽ സ്പീക്കർ ഓം ബിർളയുടെ കൂട്ട സസ്പെൻഷന് വിധേയരായ 100 MPമാരിൽ 58 പേരും പുതിയ ലോക്സഭയിൽ. അന്ന് പ്രതിപക്ഷത്തിരുന്ന് സസ്പെൻഷൻ വാങ്ങിയ 3 പേർ മന്ത്രിസഭയിൽ അംഗങ്ങളുമായി. രാജ്യസഭയിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിയ ഒരു JDU അംഗവും മന്ത്രിസഭയിലെത്തി. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ JDUവിൻ്റെ ക്യാബിനറ്റ് മന്ത്രി, മറ്റു 2 പേർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നവരും. ലോക്സഭയിൽ നിന്ന് 100ഉം രാജ്യസഭയിൽ നിന്ന് 46 അംഗങ്ങളെയാണ് കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷനിലായുള്ള 22 പേർ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. TN പ്രതാപനും ഇതിലുൾപ്പെടും.
സസ്പെൻഷൻ നേരിട്ട DMK MP ആയിരുന്ന A. ഗണേഷ് മൂർത്തി അന്തരിച്ചു. പാർലമെൻറ്റിൻ്റെ യുവാക്കൾ അതിക്രമിച്ച് കയറിയ സുരക്ഷാ വീഴ്ച ഉന്നയിച്ച് നടന്ന പ്രതിപക്ഷ ബഹളത്തെ തുടർന്നായിരുന്നു നടപടി. കളം മാറിയ മന്ത്രിമാരായവരിൽ പ്രമുഖൻ JDU നേതാവായ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലലൻ സിംഗ് ആണ്. ഡിസംബറിൽ ഇന്ത്യ സഖ്യത്തിലായിരുന്ന JDU പിന്നീട് NDA പാളയത്തിലെത്തി. ബീഹാറിൽ നിന്ന് വീണ്ടും ജയിച്ച ലലൻ സിംഗ് ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രിയാണിപ്പോൾ. ലുധിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് MP ആയിരുന്ന രവനീത് സിംഗ് ബിട്ടു, സിംഗ്ഭൂമിയിൽ നിന്നുള്ള കോൺഗ്രസ് MP ആയ ഗീതാ കോഠ എന്നിവരാണ് BJPയിലെത്തിയ മന്ത്രിമാരായ രണ്ടുപേർ. രാജ്യസഭയിൽ നിന്ന് സസ്പെൻഷനിലായ രാംനാഥ് ഠാക്കൂറാണ് മന്ത്രിസഭയിലെത്തിയ മറ്റൊരു JDU നേതാവ്. സാമൂഹിക മാധ്യമ സംവാദം കൊലവിളിയിലേക്ക് കണ്ണൂർ കലങ്ങിമറിയുന്നു എന്നൊരു വാർത്തയുണ്ട്. കണ്ണൂർ പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ടെന്ന് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. നട്ടെല്ല് നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ മരിക്കാൻ ഭയമില്ലെന്ന് CPM വിട്ട മുൻ ജില്ലാ സമിതി അംഗം മനു തോമസ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ കൊണ്ടും കൊടുത്തും തുടങ്ങിയ സംവാദം കൊലവിളിയിലേക്ക് എത്തി. തെറ്റുകൾ പാർട്ടി തിരുത്താത്തതിനാൽ സ്വയം തിരുത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് മനു തോമസ് CPM വിട്ടതോടെയാണ് പുതിയ സംഭവങ്ങൾക്ക് തിരികൊളുത്തിയത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് മനു സാമൂഹ്യ മാധ്യമത്തിൽ നൽകിയ മറുപടി ഏറ്റുപിടിച്ച് P. ജയരാജൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം മറ്റൊരു തലത്തിലേക്ക് വളർന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ P. ജയരാജൻ്റെ കുറിപ്പിന് പിന്തുണയുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കിയും TP കൊലക്കേസ് പ്രതി KK മുഹമ്മദ് ഷാഫി രംഗത്തെത്തിയതും വിവാദത്തിന് പുതിയ മാനങ്ങൾ നൽകി. P. ജയരാജൻ്റെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണ്ണപ്പൊട്ടിക്കൽ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരാണെന്നതിൽ ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്നാണ് മനു തോമസിൻ്റെ പോസ്റ്റിൽ നിന്ന് ബാക്കി. കണ്ണൂരിലെ സംഘടനയെ രക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത CPM നേതൃത്വത്തിനാണ്. അതവർ പറയട്ടെ. കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ, അത് ആർക്ക് വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. കൂടുതൽ പറയിപ്പിക്കരുത്. ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടുന്ന നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. കൊല്ലാനാകും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല. അതുകൊണ്ട് തെല്ലവും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്നാണ് മനു തോമസ് പറയുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റിൽ നിന്ന് എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ടെന്ന് ഓർത്താൽ നന്ന്. കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പോസ്റ്റ് പിന്നീട് നീക്കി. ആകാശ് തില്ലങ്കേരിയെ CPM നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ്. എങ്കിലും സൈബർ ലോകത്ത് സഖാവായി തുടർന്ന ആകാശ് പാർട്ടിക്ക് വീണ്ടും തലവേദനയാവുകയാണ്. ഇസ്രായേൽ ബോംബാക്രമണം കനത്തു. ഗസ സിറ്റിയിൽ നിന്ന് കൂട്ടപലായനം. ഷുജയ്യ ഉൾപ്പെടെയുള്ള മേഖലകൾ ഒഴിയാൻ പലസ്തീൻ കുടുംബാംഗങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം. ജെറൂസലം. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപലായനം തുടങ്ങി. തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞുപോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹായരായ പലസ്തീൻ കുടുംബങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ്. ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപലായനം. യുദ്ധത്തിൽ ഇതിനോടകം കനത്ത നാശം നേരിട്ട കഴിഞ്ഞ മേഖലയിൽ പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങളുമെടുത്ത് കാൽനടയായി സ്ഥലമൊഴിയുകയാണ്. ഇന്നലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 5ഓളം വീടുകൾ തകർന്ന് 3 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ്. 24 മണിക്കൂറിനിടയിൽ 47 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ വെസ്റ്റ് ബാങ്കിൽ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 16 സൈനികർക്ക് പരിക്കേറ്റു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിലൂടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗസയിലെ ഡോക്ടർമാർ പറയുന്നു. പരിക്കേറ്റ് കയ്യോ കാലോ മുറിച്ചു നിൽക്കാൻ അനസ്തീഷ്യ പോലുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 21 അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റി. ഇതിനിടെ ഇസ്രായേൽ തീവ്ര യാഥാസ്ഥിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്നാണ് സമരക്കാരുടെ നിലപാട്. ഇസ്രായേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലെബനനിൽ നിന്ന് തങ്ങളുടെ 20,000 പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചു. ഗസയിലേക്ക് സഹായമെത്തിക്കാനായി US പണിത കടൽപ്പാലം
ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുൾപ്പെടെ ഉള്ള സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു. കര വ്യോമമാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത്. ബഹിരാകാശ നിലയത്തിനരികെ റഷ്യൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു. നിലയത്തിലെ സഞ്ചാരികൾ രക്ഷാസ്ഥാനം തേടി. വാഷിംഗ്ടൺ. ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസർച്ചസ് പി 100-ലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ വെച്ചായിരുന്നു സംഭവം. ഇതോടെ നിലയത്തിലെ US ഗഹനചാരികൾ ഒരു മണിക്കൂറോളം പേടകത്തിൽ അഭയം പ്രാപിച്ചതായി നാസ അറിയിച്ചു. ഈ ഭൂനിരീക്ഷണ ഉപഗ്രഹം 2022 ഡീകമ്മീഷൻ ചെയ്തത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. ബുധനാഴ്ച രാത്രിയും പുലർച്ചെയുമായി ഉപഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതിന് ദൃശ്യങ്ങൾ US റഡാറുകളിൽ പതിച്ചിട്ടുണ്ട്. ഇതേസമയം നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിൻ്റെയും ബിച്ച് മോറിൽസിൻ്റെയും മടക്കയാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ബോയിങ് റെസ്റ്റാർട്ട് പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് തടസ്സമായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ കാണാം. നന്ദി.